പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ മലമ്പനി കണ്ടെത്തിയ രോഗിക്ക് മലമ്പനിയില്ലെന്ന പ്രചാരണം തെറ്റാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയ സംഭവം നിർഭാഗ്യകരമാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു. പൊന്നാനി നഗരസഭയിൽ കുറ്റിക്കാട് 3 മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് മലമ്പനി തന്നെയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി റാപ്പിഡ് ഫീവർ സർവേ, വെക്ടർ കൺട്രോളിന്റെ ഭാഗമായി IRS ഫോഗിംഗ് എന്നിവ നടത്തുകയുണ്ടായി. വെക്ടറായ അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളെയും കണ്ടെത്തിയിരുന്നു. മലമ്പനി രോഗം ഉറപ്പുവരുത്തുന്നത് രക്തപരിശോധനയിലൂടെയാണ്. പ്രത്യേകിച്ചും പനിയുള്ള സാഹചര്യത്തിൽ രോഗാണുവിന്റെ തോത് കുറഞ്ഞ സമയത്തും പെരിഫറൽ സ്മിയർ എടുത്ത് നോക്കിയാൽ രോഗം ബാധിച്ച രക്താണുവിനെ കാണാൻ കഴിയും. ഇത്തരത്തിൽ രക്തപരിശോധന നടത്തുന്നതിന് മുൻപ് ചില സാഹചര്യങ്ങളിൽ മലമ്പനി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി RDT കിറ്റ് ഉപയോഗിച്ച് ഇത്തരം സംശയിക്കുന്ന രോഗികളെ മലമ്പനി സ്ക്രീൻ ചെയ്ത് പോസിറ്റീവായതിനു ശേഷം ചികിത്സിക്കാറുണ്ട്. പൊന്നാനി ആശുപത്രിയിൽ വെച്ച് നോക്കിയ RDT പരിശോധനയിലും രക്തപരിശോധനയിലും 3 രോഗികൾക്കും മലമ്പനിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആദ്യ 2 മലമ്പനി കണ്ടെത്തിയതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള 2040 ആളുകളുടെ രക്തപരിശോധന നടത്തിയപ്പോൾ 54 വയസ്സുള്ള മറ്റൊരാൾക്ക് കൂടി RDT പോസിറ്റീവായതിനെ തുടർന്ന് മലമ്പനിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ രക്തപരിശോധന നടത്തിയവരുടെ സാമ്പിളുകൾ തിരുവനന്തപുരം ഹെൽത്ത് ലാബിലേക്ക് PCR പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. മലമ്പനി രോഗം സ്ഥിരീകരിച്ചവർ ഏതെങ്കിലും തരത്തിൽ ചികിത്സയെടുത്താൽ രക്തപരിശോധനയിൽ പിന്നീട് അസുഖം കണ്ടെത്തണമെന്നില്ല. പനിയുള്ള സമയത്ത് രക്തപരിശോധന നടത്തിയാൽ മലമ്പനിയുടെ രോഗാണുവിനെ കണ്ടെത്താൻ സാധ്യത കൂടുതലാണ്. ചില ആന്റിബയോട്ടിക്കുകൾ മലമ്പനിയുടെ രോഗാണുവിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ അസുഖത്തിന് താൽക്കാലിക ശമനമുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ നടത്തുന്ന പരിശോധനാ ഫലം വെച്ച് രോഗമില്ല എന്ന് വിലയിരുത്തുന്നത് അപകടകരമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ഫാൽസിപ്പാരം മലമ്പനി ഉണ്ടായാൽ മരണം വരെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് മലമ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് RDT കിറ്റ് ഉപയോഗിച്ച് എല്ലാ പനി ബാധിതരെയും പരിശോധിക്കുകയും ഇത്തരത്തിൽ രോഗനിർണയം നടത്തി എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നത് ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ്. പൊന്നാനിയിൽ തദ്ദേശീയമായി മലമ്പനി സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകവും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധവുമാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ മലമ്പനി പരിശോധനയുടെ രക്തസാമ്പിളുകൾ ജില്ലയുടെ ബയോളജിസ്റ്റും ജില്ലാ സർവൈലൻസ് ഓഫീസറും പരിശോധിച്ചതാണ്. ബിവാലൻ RDT കിറ്റ് പരിശോധനയിലൂടെ മലേറിയ പോസിറ്റീവായാൽ രോഗിയെ ചികിത്സിക്കണമെന്നും NVBDCP ഗൈഡ് ലൈനിൽ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംശയിക്കുന്ന മലേറിയ കേസുകളെ ഫുൾ കോഴ്സ് ട്രീറ്റ്മെന്റ് നൽകുന്നതിനും NVBDCP നിർദ്ദേശമുണ്ട്. ജില്ലയിലെ WHO പരിശീലനം ലഭിച്ച സ്റ്റാഫ് രോഗാണുവിനെ കണ്ടെത്തിയതിനു ശേഷമാണ് ചികിത്സ ആരംഭിച്ചത്. ഈ സ്ലൈഡുകൾ കൂടുതൽ പരിശോധനയ്ക്കായി സംസ്ഥാന ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസ് അഥവാ മലമ്പനി എന്ന സാംക്രമിക രോഗം, അത് രോഗാണു വന്ന വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരിശോധനയിലൂടെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിശോധന തന്നെ അത് ഉറപ്പുവരുത്തണമെന്ന് ഞാനത് ബന്ധപ്പെട്ട സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സൂപ്രണ്ട് ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കാണിച്ചു തരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കക്ഷിയിൽ നിന്ന് ആദ്യം നടത്തിയിട്ടുള്ള RDT ടെസ്റ്റ്, അത് സാധാരണ നമ്മൾ സ്പെസിമെൻ എടുത്ത് ചെയ്യുന്ന ടെസ്റ്റാണ്. അതിൽ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഇതാണ് ആ ടെസ്റ്റ്. നമ്മൾ സാധാരണ പ്രഗ്നൻസി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിലിമിനറി ടെസ്റ്റാണ്. അതിൽ പോസിറ്റീവായി കണ്ടതിന് ശേഷം പിന്നീട് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കക്ഷിയുടെ ബ്ലഡ് സ്മിയർ കൃത്യമായി എടുത്ത് പരിശോധന നടത്തുന്നുണ്ടായി. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു പ്രസൻസ് കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് ബന്ധപ്പെട്ടുള്ള നമ്മുടെ DMO ഉൾപ്പെടെയുള്ള ജില്ലാതല മെഡിക്കൽ ടീമിനെ അറിയിക്കുകയും അവർ സ്റ്റേറ്റ് തലത്തിലുള്ള നമ്മുടെ ഹെൽത്ത് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ മെഡിക്കൽ ഫീൽഡിലെ മുഴുവൻ ടീമിനെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നമുക്ക് നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ
നഗരസഭ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടപെടാൻ കഴിയുന്നതാണ്. ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്നത് പൊതുജനാരോഗ്യ നിയമപ്രകാരം കുറ്റകരമാണ്. പോസിറ്റീവ് ന്യൂസ്, പൊന്നാനി. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.